ഹലോ എവരിബഡി. ഇന്നൊരു വെള്ളിയാഴ്ചയായിട്ട് നമ്മൾ വെറുതെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. ആസ് യൂഷ്വൽ ഞങ്ങൾ 3 പേരുമുണ്ട്. അപ്പം ഞങ്ങൾ മെൽവിനെ മിസ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളിന്ന് പുറത്തോട്ട് വേണം സൽമാൻ സിറ്റി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഇറങ്ങിയിരിക്കുന്നത്. നല്ല ചൂടാണ്, 5 മണിയായി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ എല്ലാവരും ചിരിക്കുകയാണ്, കളിയാക്കുവാണ്. എൻ്റെ കോലോ എൻ്റെ ഇൻട്രഡക്ഷനൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോയിട്ട് സൽമാൻ ബീച്ച് സിറ്റി കണ്ടിട്ട് വന്നാലോ? ഓക്കേ. അപ്പം നമ്മളിങ്ങനെ സൽമാൻ ബീച്ച് സിറ്റി കാണാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വണ്ടിയിലിരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അത് സൗണ്ടിൻ്റെ ഡിസ്ട്രാക്ഷൻ കൊണ്ടൊക്കെ പിന്നെ അത് വേണ്ടാന്ന് വെച്ചതുകൊണ്ട് അത് സൗണ്ട് ഓൺ വയ്ക്കുന്നില്ല. അപ്പം പോകുന്ന വഴികളൊക്കെയാണ് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ഇത് സൽമാൻ സിറ്റി ബീച്ച് പറയുന്നത് ബുദയിലുള്ള, ബഹ്റൈനിൽ ബുദയിലുള്ളതാണ്. നല്ലൊരു കാം ബീച്ചാണ്. നമുക്ക് എൻ്റർടൈൻ ചെയ്യാനും സൺബാത്തിനും സ്വിം ചെയ്യാനും ഒക്കെ നല്ലൊരു ബീച്ചാണ്. ഇവിടെയുള്ള എല്ലാവരും ഒക്കെ പോയി കണ്ടിട്ടുള്ളതാണ്, എല്ലാവരും ഇവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഇനി ഹോളിഡേയ്സൊക്കെ വരികയാണ്. എല്ലാവരും ട്രാവൽ ചെയ്യുന്നൊരു സ്ഥലങ്ങളിലൊന്നാണ്, എൻജോയ് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ സൽമാൻ സിറ്റി ബീച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഇച്ചിരി ദൂരമുണ്ട് പോകാൻ വേണ്ടിയിട്ട്, 2-3 റൗണ്ട് ബോട്ടും ഒക്കെ ഉണ്ട്. ആ സൈഡിൽ കാണുന്നതാണ് ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ എന്ന് പറയുന്നത്. ഇവിടെ 2-3 ഇന്ത്യൻ സ്കൂളെന്ന് പറഞ്ഞുണ്ട്, പക്ഷേ ഇതാണ് ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ എന്ന് പറയുന്നത് ബുദയിൽ. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിറ്റി ബീച്ചിട്ട് ഇങ്ങോട്ടുള്ള ഈ ബുദയ ഈ സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ഒത്തിരി ഗ്രീനറിയാണ്. അവിടെ കുറേ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഗ്രീനറികൾ കുറേ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പം. സിറ്റി ബീച്ചിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഈവനിങ് ടൈമാണ്. ഈ സമയം എന്ന് പറയുന്നത് ഒരു 5 കഴിഞ്ഞ സമയമാണ്, 5 PM. മനോഹരമായ വഴികളാണ്, നമുക്ക് കാണാൻ നല്ല കണ്ണിനും കുളിർമയാണ്, യാത്രയും നല്ലതാണ്. എൻജോയ് ചെയ്തിങ്ങനെ പോകാൻ പറ്റിയൊരു റോഡാണ്. വലിയ തിരക്കില്ല. ഇനിയിപ്പം വെള്ളിയാഴ്ച ഈ സമയമൊക്കെ ആയതുകൊണ്ടാണ്, പിന്നെ ചൂടുമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് റോഡുകളൊക്കെ തിരക്കാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം സ്ഥലത്തിനകത്ത് എത്താറായിട്ടുണ്ട്. ചെയ്ത് പോകുന്ന വഴികളാണ്. ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് ബ്രേക്കേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഹമ്പുകൾ. നല്ല തിരക്കില്ലാതെ കിടക്കുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ കണ്ടൊരു ചുമ്മാ കാറിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ലൊക്കേഷൻ. അതാണ് നമ്മൾ പോകുന്ന ലൊക്കേഷൻ. ഇവിടെ ദൂരത്ത് നിന്ന് കാണുന്നൊരു ഇതാണ്. അവിടെ നടക്കുന്ന പ്രോജക്റ്റുകളാണ് ഇതൊക്കെ. എന്തോ ഫ്ലാറ്റ്സുകളുടെയൊക്കെ പ്രോജക്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ. അപ്പം നമ്മൾ അവിടെ എത്തി, പാർക്കൊക്കെ ചെയ്തു. ബീച്ചിലേക്കുള്ള നടന്നു പോവുകയാണ് നമ്മൾ. ആ സൈഡിൽ കാണുന്നതാണ് മലയാളികൾ അവിടെ പച്ചമല എന്ന് പറയും. കാരണം അവിടെ ഒരു മലയുടെ രൂപത്തിലുണ്ടാക്കിയിട്ട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഗ്രീനറിയാണ് അവിടെ. അപ്പം അതുകൊണ്ട് മലയാളികൾ വിളിക്കുന്നതാണ് പച്ചമല എന്ന് പറയുന്നത്. സൽമാൻ സിറ്റി പച്ചമല എന്ന് പറയുന്ന സ്ഥലമാണിത്.
വെയിലിപ്പോഴും ഉണ്ട്. നമുക്ക് 5 മണിയായെങ്കിലും 5 മണി 5:30 ആയെങ്കിലും വെയിലങ്ങോട്ട് കുറഞ്ഞിട്ടില്ല. വെയിൽ മീൻസ് വേറെ തണലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ഡയറക്റ്റ് ആ ഒരു സൺലൈറ്റ് ഇങ്ങോട്ട് അടിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സൽമാൻ സിറ്റി ബീച്ച് എന്ന് പറയുന്നത്. ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലം. ഒരു സൈഡ് ഗ്രീനറി ഉണ്ട്, ഒരു സൈഡിൽ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. കുറച്ച് ദൂരോട്ട് മാറിയിട്ട് അവിടെ ഏതോ ഫ്ലാറ്റ്സിൻ്റെയൊക്കെ പ്രോജക്ട്സുകൾ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ സ്വിം ചെയ്യാൻ വന്നിട്ടുണ്ട്. കുറേ പേര് പെറ്റ്സിനെയൊക്കെ കൊണ്ട് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ജോഗിങ്ങിന് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്, നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഈ ഇറങ്ങുന്ന കുറച്ച് ഭാഗം നല്ല റോക്സൊക്കെ കല്ലൊക്കെ ഉണ്ടായിട്ട് നല്ല കല്ല് കാലേ കൊള്ളും. അതുകൊണ്ട് നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പിന്നെ കുറച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മണലാണ്, കുഴപ്പമില്ല. പക്ഷേ ഇറങ്ങുന്ന കുറച്ച് ഭാഗം നമ്മൾ ഇത് ഷൂസോ സാൻഡൽസ് എന്തെങ്കിലും യൂസ് ചെയ്തില്ലെങ്കിൽ കാലൊക്കെ മുറിയും. അതൊന്ന് സൂക്ഷിക്കണം. അല്ലെങ്കിൽ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചകത്തേക്ക് നീങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മണലാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അവിടെയായിട്ട് പോയിട്ടാണ് എല്ലാവരും നീന്തുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അവന് വെള്ളത്തിലിറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ ഒരാൾ. അപ്പോൾ നമ്മളും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. അവിടെ വരെ പോയി നമ്മൾ ബീച്ചിൽ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നു. കുറച്ച് കാലൊക്കെ ഒന്ന് നനച്ചു, കൈയും കാലുമൊക്കെ ഒന്ന് നനച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. വെള്ളത്തിലിറങ്ങി എല്ലാവർക്കും അറിയാം നമുക്കൊരു നല്ലൊരു വൈബാണ്. വെള്ളത്തിന് ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് പറയും. അപ്പോൾ അതുപോലൊരു വൈബുണ്ട്. അപ്പോൾ നമുക്കതിന് പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സൂര്യനൊക്കെ അസ്തമിച്ച് വരുന്നതുണ്ട്. അവിടെ നടക്കുന്നൊരു വലിയ ഏതോ പ്രോജക്റ്റാണ് ആ കാണുന്ന സൈഡിൽ. അതേതോ ഫ്ലാറ്റ്സിൻ്റെ വലിയ പ്രോജക്റ്റാണ്. അങ്ങോട്ടൊക്കെ നമുക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. ബാക്കിയുള്ള ഭാഗത്ത് നമുക്കവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി സ്വിം ചെയ്തു, കളിച്ചു ഒക്കെ സമയം ചിലവഴിക്കാം. നമുക്ക് ഇവിടെ ഞങ്ങൾ നീന്തൽ അറിയാത്ത 2 പേരാണ് അവിടെ വെള്ളത്തിൽ കളിക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് വെള്ളത്തിൽ കളിച്ചത്. ഇവിടെ നമുക്ക് വെള്ളത്തിൽ അങ്ങനെ താഴ്ന്നു പോകത്തില്ല, എങ്കിലും നമുക്കൊരു പേടിയുണ്ട് നീന്തൽ അറിയാത്തത് കൊണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തൊക്കെ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചു. ഒരാളവിടെ കരയ്ക്കിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കരയ്ക്കിരുന്ന് വീഡിയോ എടുക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഞങ്ങൾ വെള്ളത്തിൽ കളിക്കുന്നു. കുറച്ച് നേരം ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ വെള്ളത്തിലൊക്കെ കളിച്ചു. ഇപ്പം അടുത്ത ഈ ഹോളിഡേയ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര റഷായിരിക്കും. എല്ലാവരും വരുന്ന സ്ഥലങ്ങളാണ്. എല്ലാവരും പോകുന്ന ഇവിടെ കൂടുതൽ അങ്ങനെ ബീച്ചുകളിലും. അത് ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഈ വെയിലൊക്കെ താഴ്ന്നു കഴിയുമ്പോൾ എല്ലാവരും ബീച്ചിലൊക്കെ പോകും. ഭയങ്കരം ചെറിയ സ്ഥലമാണ്, അധിക ദൂരങ്ങളൊന്നും സഞ്ചരിക്കാനില്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാണ് എല്ലാവരും സമയമൊക്കെ ചിലവഴിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു വെള്ളിയാഴ്ച പോയി കുറച്ച് നേരം സമയം ചിലവഴിച്ചു.
കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ കളിച്ചിട്ട് കയറി പോരുന്നു. ഞാൻ ഷൂ ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പം അവൻ്റെ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. കാരണം ഈ നമ്മൾ അടുത്ത് വരുന്ന സ്ഥലത്ത് കുറച്ച് കല്ലുണ്ട്, അപ്പോൾ അത് കാലൊക്കെ മുറിയും. അതുകൊണ്ട് അവന് ചെരുപ്പെടുത്തുകൊണ്ട് കൊടുക്കുകയാണ് എൻ്റെ ക്രോക്സ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് കയറി പോരുന്നു. സൺസെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ബ്രിഡ്ജൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ചാടി വെള്ളത്തിലേക്ക് ചാടി സ്വിം ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അവിടെ ഇച്ചിരി ക്രൗഡഡ് ആയതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് പോയിട്ടില്ല. നമ്മൾ ആൾ കുറഞ്ഞ സ്ഥലത്ത് കുറച്ച് നേരം കളിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുന്നു. അപ്പം ഇത് സൺസെറ്റിൻ്റെ ഒരു ബ്യൂട്ടിയാണ് അവിടെ നിന്ന് കാണുന്നത്. അത് നമ്മൾ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്തിരിക്കുകയാണ്. എൻ്റെ ഇവിടെ കുറച്ച് ആൾക്കാർ അധികം നിൽപ്പുണ്ട്. നമ്മൾ അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോവില്ല. നമ്മൾ ആൾ കുറവുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു പോരുന്നു. അപ്പം എല്ലാവരും ബഹ്റിനിലുള്ളവരൊക്കെ എല്ലാവരും പോയിട്ടുണ്ട്. പോകാത്തവർക്ക് പോകാം. അപ്പം ഞങ്ങൾ ആ ദിവസം അങ്ങനെ ചിലവഴിച്ചു കുറച്ച് നേരം. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. Okay, bye.